നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്ന് തുറന്നടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന അപ്രസക്തമായെന്നും അതിനാൽ തന്നെ അത് പിരിച്ചുവിട്ട് മറ്റൊരു സംഘടന രൂപീകരിക്കണമെന്നുമായിരുന്നു ഗാന്ധിജി പറഞ്ഞത്. അതേസമയം നിലവിലുള്ള വികലമായ നയങ്ങളുടെ പേരിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരായ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നയമെന്നും എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കാരുടെ കഴിവുകളിൽ വിശ്വാസമില്ലാത്ത സർക്കാർ ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്നു. സ്വന്തം രാജ്യത്തെ ആളുകളെ അവർ മടിയന്മാരാണെന്ന് മുദ്രകുത്തി ചെങ്കോട്ടയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും സ്വന്തം രാജ്യത്തെ ആളുകളെ തള്ളിപ്പറയാൻ ഒരു പ്രധാനമന്ത്രിക്കും സാധിക്കില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിനെ പിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ രാജ്യം ഇപ്പോൾ 5 പതിറ്റാണ്ട് മുന്നോട്ട് പോകുമായിരുന്നു, പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ജവഹർലാൽ നെഹ്റുവാണ് തന്റെ ചെങ്കോട്ട പ്രസംഗത്തിൽ ഇന്ത്യക്കാർ മുഴുവൻ മടിയന്മാരാണെന്ന വാദം ഉയർത്തിയത്. റഷ്യയും അമേരിക്കയും ഒക്കെ വികസിച്ചത് അവിടുത്തെ ജനങ്ങൾ അധ്വാനശീലരായതുകൊണ്ടാണെന്നും എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ മടിയന്മാരായതുകൊണ്ടാണ് ഈ രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ തന്റെ കഴിയിൽ മാജിക് ഒന്നും ഇല്ല എന്ന തരത്തിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സംസാരിച്ചത്. ഈ റേഡിയോ പ്രഭാഷണം ഈയിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിരുന്നു. അതേസമയം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് തന്റേതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മോദി നൽകുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്നാൽ താൻ നൽകുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് നന്നായി അറിയാം. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം 500 വർഷങ്ങൾക്ക് ശേഷം പൂർത്തിയായിരിക്കുന്നു. ഇത് മോദി നൽകിയ ഉറപ്പായിരുന്നു. രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ശ്രമിച്ചു, എന്നാൽ അവർക്കതിന് സാധിച്ചില്ലെന്നും അതേസമയം 10 വർഷം കൊണ്ട് രാജ്യത്തെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ മോദിക്ക് സാധിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2014 ഇന്ത്യ ലോകത്തെ 11ാമത്തെ സാമ്പത്തിക ശക്തിയായിടത്തു നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 5ാം സ്ഥാനത്തെത്തിക്കാൻ BJPക്കായി. ഇന്ന് നമ്മൾ ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ഇന്ത്യ ഉടൻ തന്നെ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള പാതയിലാണെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.